എൻ്റെ പേര് ഇർഫാന. ഞാൻ ട്രിപ്പിൾ ഐ CMA USA സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ വിൻഡോയിൽ ബോത്ത് ഗ്രൂപ്പ്സ് എഴുതി ഇപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടിരിക്കുകയാണ്. പാർട്ട് 1 എൻ്റെ സ്കോർ 410 പാർട്ട് 2 440 ആണ് സ്കോർ. എന്തുകൊണ്ട് CMA USA എടുത്തെന്ന് ചോദിച്ചാൽ, ഞാൻ +2 കഴിഞ്ഞിട്ട് നോർമൽ ഒരു ഡിഗ്രിക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഇപ്പോഴത്തെ ഒരു റിയാലിറ്റി വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഡിഗ്രി കൊണ്ട് മാത്രം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് കിട്ടുമെന്ന് തോന്നില്ല. അപ്പം അതിനെപ്പറ്റി വേറെ ഏതെങ്കിലും ഒരു ഷോർട്ട് ടേം കോഴ്സോ അങ്ങനെ ഏതെങ്കിലും കോഴ്സ് എടുത്തിട്ട് നമുക്ക് കരിയറിലോട്ട് ഫോക്കസ് ചെയ്യാമെന്നുള്ളൊരു മൈൻഡാണ് എനിക്ക്. അപ്പം അങ്ങനെ ഓരോ കോഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയി നോക്കിയപ്പോഴാണ് ഈ CMA USA പറ്റി കേട്ടത്. CMA USA പറ്റി അന്വേഷിച്ചപ്പോൾ ഇതിൽ കുറച്ച് ഹൈലൈറ്റിംഗ് ടേംസ് ഉണ്ട്. ലൈക്ക് 2 എക്സാമേ ഉള്ളൂ, 150+ കൺട്രീസിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പിന്നെ ഷോർട്ട് ടൈം ഡ്യൂറേഷൻ 1 ഇയർ ഉള്ളൂ. അപ്പോൾ ഈ 1 ഇയറിൽ നമുക്ക് ഇത്രയും ഒരു പ്രൊഫഷണൽ കോഴ്സ് കിട്ടാന്ന് പറഞ്ഞിട്ട് അതൊരു വലിയ അച്ചീവ്മെന്റ് ആയിട്ട് തോന്നി. അങ്ങനെയാണ് CMA USA എടുത്തത്. പിന്നെ ഇപ്പോൾ ഡിഗ്രി ആണെങ്കിലും നമുക്ക് ഡിസ്റ്റൻസ് എടുത്ത് ഡിഗ്രി ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം അബ്ദുൽ സാറാണ് ഇങ്ങനെ നമുക്ക് ബോത്ത് ഗ്രൂപ്പ് എഴുതി ഒറ്റ വിൻഡോ തന്നെ CMA USA എക്സാം എഴുതാമെന്ന് ഒരു ടോപ്പിക് പറഞ്ഞേ. അപ്പോഴേ എൻ്റെ മൈൻഡിൽ സ്ട്രൈക്ക് എഴുതാണെങ്കിൽ ബോത്ത് ഗ്രൂപ്പ് തന്നെ എഴുതിയെടുക്കാം. ബിക്കോസ് എന്തായാലും നമ്മൾ 2 പാർട്ട് പഠിച്ച് എഴുതണം. അപ്പം കുറച്ചും കൂടി എക്സ്ട്രാ ആദ്യമേ എക്സ്ട്രാ ഇട്ടിട്ട് 2 ബോത്തും എഴുതി ആദ്യത്തെ അറ്റംപ്റ്റ് കിട്ടുകയാണെങ്കിൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള ടൈം നമുക്ക് സേവ് ചെയ്തിട്ട് നമ്മുടെ ബാക്കി കരിയറും മറ്റേതും ഫോക്കസ് ചെയ്യാമെന്നായിരുന്നു പ്ലാൻ. അപ്പോൾ ആദ്യം ബോത്ത് ഗ്രൂപ്പ് എഴുതിയപ്പോൾ പൊതുവേ ഞാൻ കുറച്ച് സ്റ്റുഡൻസിൻ്റെ അടുത്ത് ചോദിച്ചു, ഓൾറെഡി പാസ്സായിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസിൻ്റെ അടുത്ത്. അപ്പോൾ അവർ ആദ്യമേ പറഞ്ഞത് ബോത്ത് എഴുതണ്ട, ബിക്കോസ് ആദ്യമേ ഒരു എക്സാം എഴുതി പാസ്സായിട്ട് അടുത്ത അറ്റംപ്റ്റ് എഴുതിയാൽ മതി. ബിക്കോസ് ഇതിനൊരു എക്സാമിന് തന്നെ അത്യാവശ്യം ഒരു ഫണ്ടാവും, അപ്പോൾ വെറുതെ ഫണ്ട് വേസ്റ്റ് ആക്കണ്ട, അങ്ങനെ ഒരു ടോക്കായിരുന്നു ആദ്യം കിട്ടിയത്. പക്ഷേ ഇത് ഞാൻ വീട്ടിലും സാറുമാർക്ക് പറഞ്ഞപ്പോൾ സാറുമാർ പറഞ്ഞായിരുന്നു കേട്ടോ ബോത്ത് എഴുതാൻ. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ടും വീട്ടുകാരുടെ ഒരു സപ്പോർട്ടും കൊണ്ടാണ് ബോത്ത് എഴുതാൻ തീരുമാനിച്ചത്. എഴുതി ഫസ്റ്റ് പാർട്ട് എഴുതിയപ്പോൾ പാർട്ട് 2 ആയിരുന്നു ഫസ്റ്റ് എഴുതിയത്. പാർട്ട് 2 എഴുതി കഴിഞ്ഞപ്പോൾ ഒരു കോൺഫിഡൻസ് ആയിരുന്നു അതിന് മാർക്ക് കിട്ടും, ബിക്കോസ് അത് അത്യാവശ്യം ടൈം എടുത്ത് പഠിച്ച ഒരു ഇതായിരുന്നു. അപ്പം അത് എഴുതി കഴിഞ്ഞപ്പോൾ അത് പാസ്സാവും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ട് പാർട്ട് 1 അത്യാവശ്യം നല്ല രീതിക്ക് പഠിച്ചു. പാർട്ട് 1 പഠിക്കാൻ ഒരുപാട് ടൈം കിട്ടിയില്ല, എന്നാലും ഓൾമോസ്റ്റ് എല്ലാ കോൺസെപ്റ്റും ക്ലിയർ ആക്കിയിട്ട് തന്നെ പാർട്ട് 1 എഴുതിയ. ബട്ട് പാർട്ട് 1 എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ അത് അത്യാവശ്യം നല്ല ടഫായിരുന്നു. ഞാൻ വിചാരിച്ച ഒരു ക്വസ്റ്റ്യൻ ലെവൽ പാറ്റേൺ അല്ലായിരുന്നു, മെജോറിറ്റി തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് essay ഓപ്പൺ ആയി, എന്നാലും വലിയ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല പാർട്ട് 1 സ്കോർ ചെയ്യുമെന്ന്. ബട്ട് റിസൾട്ട് വന്നപ്പോൾ പാർട്ട് 1 410 കിട്ടിയപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ബിക്കോസ് 410 അത്രയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 360 പാസ് മാർക്ക് അത്രയും തന്നെ കിട്ടിയ ഒരു ലക്കാണെന്നും പറഞ്ഞിരുന്നേ. 410 കിട്ടിയപ്പോൾ അതൊരു ഭയങ്കര ഹാപ്പിനെസ് എന്നൊരു ഇതാണ്. പിന്നെ ബോത്ത് ഗ്രൂപ്പ് എഴുതാൻ നമുക്ക് മോട്ടിവേറ്റ് തന്നത് പ്രത്യേകിച്ച് ഇവിടുത്തെ ഫാക്കൽറ്റീസും നമ്മുടെ പാരൻസും ഒക്കെയാണ്. അപ്പോൾ ആദ്യമേ വീട്ടിൽ ബോത്ത് ഗ്രൂപ്പ് എഴുതാനെ പറഞ്ഞപ്പോൾ അവർ നല്ല സപ്പോർട്ടായിരുന്നു. കാരണം അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളത്. അവരുടെ ഒരു നമ്മളിലുള്ളൊരു കോൺഫിഡൻസ് കണ്ടിട്ടാണ് എനിക്ക് പിന്നെ എക്സാം എഴുതാനും ഒരു മോട്ടിവേഷൻ ആണ് അത്. റിസൾട്ട് വന്നപ്പോഴും അവരും ഭയങ്കര ഹാപ്പിനെസ്, അവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഈ ഒരു ടൈമിൽ ഈ ഒരു 1 ഇയർ എന്നുള്ള കോഴ്സ് അത് അച്ചീവ് ചെയ്തെടുത്തതിൽ അവർക്കൊരു ഹാപ്പിനെസ് ഉണ്ട്. സോ അവരെ പ്രൗഡാക്കാൻ പറ്റിയത് നമ്മുടെ ഒരു വലിയ അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ആദ്യം ട്രിപ്പിൾ ഐയിൽ വന്നപ്പോൾ നമ്മൾ CMA USA ജസ്റ്റ് പഠിക്കാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ആ ഒരു മൈൻഡ് ട്രിപ്പിൾ ഐ പറ്റി ആദ്യം ഉണ്ടായുള്ളൂ. ബട്ട് ഇവിടുന്ന് പാസ്സായി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നമുക്ക് മോർ ലൈക്ക് ഒരു ഫാമിലിയാണ് ഇവിടുന്ന് കിട്ടിയത്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഫാക്കൽറ്റിന്റെ കാര്യത്തിൽ ട്രിപ്പിൾ ഐ ഓൾവേസ് 10 out of 10 ആണ്. അപ്പോൾ ആരും എൻ്റെ അടുത്ത് ട്രിപ്പിൾ ഐ പറ്റി എക്സ്പീരിയൻസ് ചോദിച്ചാലും ഇവിടുത്തെ ഫാക്കൽറ്റിയുടെ ആ ഒരു ഗൈഡൻസ് കാരണം ഞാൻ എപ്പോഴും എല്ലായിടത്തും 100% ഒരു ഗ്യാരണ്ടി കൊടുക്കും. ഇവിടുത്തെ ഫാക്കൽറ്റി അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. എസ്പെഷ്യലി അബ്ദുൽ സാർ, അർഷാദ് സാർ, നൗമാൻ സാർ, അതുൽ സാർ, ഇവരൊക്കെ എഫേർട്ടിന്റെ ഒരു റിസൾട്ട് ആണ് ഇപ്പം ഞാൻ പാസ്സായിട്ട് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഡൗട്ടിന്റെ കാര്യമാണെങ്കിലും സാറുമാരോട് ഞാൻ ചോദിച്ച ഡൗട്ട് കയ്യും കണക്കില്ല, അങ്ങനെ ഞാൻ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. ബട്ട് എത്ര ഡൗട്ട് ചോദിച്ചാലും അവർ ഒരു മടിയും കൂടാണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആവണ വരെ നമുക്കത് അവർ പറഞ്ഞു തരും. അതൊരു ടീച്ചറിന്റെ വലിയൊരു ക്വാളിറ്റിയാണ്. എന്താ പറയാ, ഒരു ടീച്ചിങ്ങിന്റെ ബിയോണ്ട് അവർ നമുക്കൊരു നല്ലൊരു മോട്ടിവേഷൻ, സപ്പോർട്ട്, മെന്റലി അല്ലാണ്ട് എല്ലാ രീതിയിലും അവർ നമുക്കൊരു ഗൈഡൻസ് തരണ്ടായിരുന്നു. ഈവൻ കോഴ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഇപ്പോൾ അബ്ദുൽ സാറ് ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഞങ്ങളെ നല്ല രീതിക്ക് മോണിറ്റർ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് ഈ എക്സാം എഴുതുന്ന ആ ടൈം വരെ. സോ ഇവരുടെ ഒരു എഫേർട്ടും അതും എന്തായാലും നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഡൗട്ട് ക്ലിയർ ചെയ്യണ കാര്യത്തിലാണെങ്കിൽ സാറുമാരടുത്ത് ഞാൻ ഡൗട്ട് ചോദിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല, അത്രയും ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. എത്ര ഡൗട്ട് ചോദിച്ചാലും നമുക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആയി തന്നെ വരെയും അവർ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും റിപ്പീറ്റ് ആയിട്ട് അവർ പറഞ്ഞു തരും. അതൊരു ടീച്ചറിനെ സംബന്ധിച്ച് ഒരു നല്ല ക്വാളിറ്റിയാണ്. ബിയോണ്ട് ടീച്ചിങ് അവിടെ പെർഫെക്റ്റ് ആണ്, പക്കയാണ്. എന്നാൽ അതിലുപരി നമുക്ക് വേറെ കുറേ സപ്പോർട്ട് അവർ തരുന്നുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻസ് ആയാലും ഞങ്ങളുടെ ക്ലാസ്സിന് അത്യാവശ്യം എല്ലാ സ്റ്റുഡൻസും സാറുമാർക്ക് ഡൗട്ട് ചോദിക്കും.
നമുക്കൊരു ടീച്ചറിന്റെ അടുത്ത് ഒരു ഡൗട്ട് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ചോദിക്കണമെങ്കിൽ അത് അവരുടെ അടുത്ത് നിന്ന് നമുക്ക് ആ കിട്ടിയ ഒരു റെസ്പോൺസ് കൊണ്ടാണല്ലോ നമ്മൾ അത്രയും കംഫർട്ടായിട്ട് ഒരു ടീച്ചറിന്റെ അടുത്ത് ഡൗട്ട് ചോദിക്കുക. സോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ +2 കഴിഞ്ഞ് ഈ കോഴ്സ് എടുത്തപ്പോൾ ഒരു ടീച്ചേഴ്സ് എങ്ങനെ ആയിരിക്കണം, സ്റ്റുഡൻസിനെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു കൊച്ചിനെ മോൾഡ് ചെയ്ത് എടുത്തോണ്ട് വന്നതെന്നൊക്കെ കറക്റ്റ് എനിക്കൊരു ഐഡിയ കിട്ടിയത് സത്യം പറഞ്ഞാൽ ട്രിപ്പിൾ ഐയിലെ ഫാക്കൽറ്റീസിനെ കണ്ടിട്ടാണ്. ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് CMA US എടുക്കാൻ കുറേ സ്റ്റുഡൻസ് പ്ലാൻ ആക്കണ്ടാവും. ബട്ട് ഞാൻ എടുത്തപ്പോൾ എനിക്ക് ഫേസ് ചെയ്തൊരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെജോറിറ്റി പിള്ളേർ പറഞ്ഞു കോളേജ് ലൈഫ് മിസ്സാവും. ലൈഫിൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് നമ്മുടെ കോളേജ്. അതത്രയും ഫണ്ണും കാര്യങ്ങളും ഒക്കെ വെറുതെ ഇല്ലാണ്ടാക്കിയിട്ട് ഒരു പ്രൊഫഷണൽ കോഴ്സിലോട്ട് പോകണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്ക് കുറേ കേട്ടതാണ്. ബട്ട് ഇപ്പം നിങ്ങൾ +2 കഴിഞ്ഞിട്ടൊരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസിഷൻ ആണ്. ബിക്കോസ് ഇപ്പം ഞാൻ ക്വാളിഫൈഡ് ആയിരിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം, ഈ 19-ാം വയസ്സ് നമുക്ക് ഇത്രയും ഉള്ളൊരു അച്ചീവ്മെന്റ് കിട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. മേ ബി നിങ്ങൾ എടുക്കണ ആ ഒരു ഡിഗ്രിക്ക് അത്രയും ഒരു വാല്യൂ കിട്ടില്ല. അപ്പം നമ്മുടെ ഒരു ചെറിയൊരു ടെമ്പററി ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിൽ അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്ത് കളയേണ്ടതെന്ന് ഞാൻ പറയൂ. അപ്പം ഞാൻ +2 കഴിഞ്ഞിട്ട് ബോത്ത് ഗ്രൂപ്പ് ചെയ്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് എടുക്കാൻ തീരുമാനിച്ചിട്ട് നിങ്ങൾക്കും എന്തായാലും പറ്റും. അതിനുവേണ്ടി നമ്മൾ എഫേർട്ട് ഇട്ടാൽ മാത്രം മതി. എഫേർട്ട് ഇട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്തായാലും കിട്ടാണ്ടിരിക്കില്ല. അത്രയും ആൾക്കാർ ഹൈപ്പറാണല്ലോ, അത്രയും ടഫും നമ്മളെ കൊണ്ട് പറ്റില്ല അങ്ങനത്തെ ഒരു കോഴ്സേ അല്ല. നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് കിട്ടും.